നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ ഇപ്പോൾ നങ്കൂരത്തിൽ കിടക്കുവാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ ഇഷ്ടംപോലെ അയല മീനുകൾ ഇതിലൂടെ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴത്തേക്കും നമുക്ക് വളരെ സന്തോഷമായി. ഇപ്പം ചെറിയ മീനുകളെയൊന്നും നമ്മൾ നോക്കുന്നില്ല, വലിയ വലിയ മീനുകളെ പിടിക്കാമെന്ന ഒരാഗ്രഹത്തിൽ ചൂണ്ട കൊളുത്തിൽ കൊഞ്ചിനെയൊക്കെ ചെറുതായിട്ട് മുറിച്ച് അതിനകത്ത് കൊളുത്തി ഇട്ടിച്ച് നമ്മൾ കപ്പലിൻ്റെ പല ഭാഗത്തായിട്ട് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വലിയ മീനുകൾ കടൽത്തട്ടിലൊക്കെ കാണുമെന്നുള്ള ഒരു ധാരണയിൽ നമ്മളങ്ങ് താഴോട്ട് ലൈൻ മുഴുവനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയത്താണ് നമ്മൾ മീനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പല തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരുത്തൻ പോലും ഈ തീറ്റയൊന്നും തിന്നുന്നില്ല. അങ്ങനെ പകൽ സമയത്തെ വിഫല ശ്രമത്തിന് ശേഷം രാത്രിയിലും നമ്മൾ ചൂണ്ടയിട്ട് നോക്കി. ക്യാപ്റ്റനും മറ്റ് ആൾക്കാരെല്ലാവരും തന്നെ പല ഭാഗങ്ങളിലായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീ ആയ സമയത്ത് നമ്മുടെ ബംഗാളി ചീഫ് കുക്കും GSും അവരും വന്ന് മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റൈലിലാണ് നോക്കുന്നത്. എത്ര തന്നെ നോക്കിയിട്ടും ആർക്കും ഒരു മീനെപ്പോലും കിട്ടുന്നില്ല. അവസാനം നമ്മൾ നേരത്തെ പിടിച്ച ഒരു മീനെ എടുത്ത് മുറിച്ച് അതും കൂടി ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നങ്കൂരത്തിൽ കപ്പൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും നമുക്ക് വെള്ളത്തിൽ എറിയാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡ് വേസ്റ്റൊക്കെ ചീഞ്ഞ് പോകാതിരിക്കാൻ നമുക്ക് ചെറിയ ഫ്രീസറുണ്ട്, അതിനകത്താണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചിടയിൽ നമ്മൾ നേരത്തെ പിടിച്ച 1-2 മീനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്തതിന് ശേഷം മിച്ചം അതിനകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചു. ഇനി മുന്നോട്ട് നമുക്ക് മീനെ പിടിക്കാനൊക്കെ ആ ഒരു പഴയ മീനുകളെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പലപ്പോഴായിട്ട് പിടിക്കാൻ നോക്കിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരമൊക്കെ മാറ്റി വെച്ചിട്ട് അയലെങ്കിൽ അയല അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നുള്ള ഒരു അവസ്ഥയെത്തി. അപ്പോൾ അയല മീനുകളെ പിടിക്കാനായിട്ട് ചെറിയ കൊളുത്തുകൾ സംഘടിപ്പിച്ചു. വൈകുന്നേരത്തെ ജോലിക്ക് ശേഷം റൂമിൽ ചെന്നിട്ട് യൂട്യൂബ് വീഡിയോയുടെ സഹായത്തോടെ ആ കൊളുത്തുകൾ ചൂണ്ട നൂലിൽ കോർക്കാൻ ശ്രമിക്കുവാണ്. കുറച്ച് സമയം പോയാലും ഇവന്മാരെ കുറച്ച് പേരെങ്കിലും പിടിക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ചൂണ്ട കൊളുത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. നട്ട് വെയിറ്റിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. 1, 2, 3, 4, 5 കൊളുത്ത്. അതിമോഹമാണെന്നറിയാം, എന്നാലും ചുമ്മാ രസമല്ലേ, നമുക്ക് ഇട്ട് നോക്കാം. നാളെ ഇട്ട് നോക്കാം. അപ്പോൾ രാത്രി സമയം 10:30 രാവിലെ 4 മണിക്ക് ഡ്യൂട്ടിയുള്ളതാണ്. ഉറങ്ങാൻ പോവാണ്. അപ്പം നാളത്തേക്കുള്ള പ്രിപ്പറേഷനായിരുന്നു. സംഭവം കൊള്ളാം, കിട്ടിയാൽ മതിയായിരുന്നു. കൊഞ്ചും ചെമ്മീനും മീനുകളൊക്കെ നമ്മൾ ഇരയായിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് അന്ന് കറി വെക്കാൻ വെച്ചിരുന്ന ആട്ടിറച്ചിയുടെ 2 പീസ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ ചെറിയതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു 5 കൊളുത്തിൽ കോർത്ത് താഴോട്ടിടുവാണ്. അപ്പോൾ താഴെ നമുക്ക് ആയിരക്കണക്കിന് അയല മീനുകൾ തുള്ളിച്ചാടി നടക്കുന്നത് കാണാം. അവന്മാരുടെ ഇടയിലേക്കാണ് നമ്മൾ ഈ തീറ്റ വെച്ചിരിക്കുന്ന ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവരെല്ലാം കൂടെ ഓടി അടുത്തോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ഒരുത്തം പോലും നമ്മൾ കൊടുക്കുന്ന തീറ്റ ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും വേണ്ട എന്നാണ് അഹങ്കാരികളായ അവന്മാരുടെ നിലപാട്. പ്രതീക്ഷകളൊക്കെ പയ്യെ നശിച്ചുകൊണ്ടിരിക്കുവാണ്. അറ്റ്ലീസ്റ്റ് 1-2 മീനെങ്കിലും കിട്ടുവാണെങ്കിൽ മുന്നോട്ട് ചൂണ്ടയിടാനുള്ള ഒരു ആവേശം ഉണ്ട്. എന്നാലും തളരരുത് രാമൻകുട്ടി, തളരരുത് എന്ന ഒരു മോട്ടിവേഷൻ ഇത് വെച്ചിട്ട് നമ്മൾ വീണ്ടും മീൻപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു. ചോളവും ബ്രെഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പറ്റുമെന്ന് യൂട്യൂബിലെ ചില വീഡിയോസ് കണ്ടു. അവസാനത്തെ അടവെന്ന രീതിയിൽ ഒരു ഫ്ലഡ് ലൈറ്റും കൂടെ താഴോട്ടിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന 5 ഹുക്കിൽ ഓരോ ഹുക്കിലും ഓരോരോ തീറ്റ വസ്തുക്കളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമീകൃത ആഹാരം കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവന് ഇഷ്ടമുള്ളത് പോയി തിന്നാം എന്ന ഒരു രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പോലും ഒരുത്തനും വന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ അഹങ്കാരികളായ മീനുകളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അവർ കപ്പലിൻ്റെ അടിയിലേക്ക് നുഴഞ്ഞു കയറി. പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.